ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്ന് പേര് ലഭിച്ചു. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദരുടെ കൈകളിൽ വീഴണമോ? ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം, എപ്പോഴാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഉത്തരം, ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 2-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ അധ്യായം 15-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 20 വാക്യങ്ങൾ. 3-ാമത്തെ ചോദ്യം, സാംസൺ ഭാര്യയെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഭാര്യാപിതാവ് ചെയ്തത് എന്താണ്? ഉത്തരം, സാംസന്റെ ഭാര്യയെ കൂട്ടുകാരന് കൊടുത്തു. 4-ാമത്തെ ചോദ്യം, സാംസൺ പോയി എത്ര കുറുനരികളെയാണ് പിടിച്ചത്? ഉത്തരം, 300 കുറുനരികളെ. 5-ാമത്തെ ചോദ്യം, വിളവുകൾ കത്തിച്ചത് ആരെന്നും എന്തിനെന്നും അറിഞ്ഞപ്പോൾ ഫിലിസ്ത്യർ ചെയ്തതെന്ത്? ഉത്തരം, സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. 6-ാമത്തെ ചോദ്യം, ഭാര്യയെയും അമ്മായിയപ്പനെയും അഗ്നിക്കിരയാക്കിയവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞതിനു ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ? ഉത്തരം, ഏത്താം പാറക്കെട്ടിൽ. 7-ാമത്തെ ചോദ്യം, ഫിലിസ്ത്യർ യൂദയായിൽ ചെന്ന് പാളയമടിച്ച് ആക്രമിച്ചത് ഏത് പട്ടണത്തെ? ഉത്തരം, ലേഹി പട്ടണത്തെ. 8-ാമത്തെ ചോദ്യം, ചത്ത കഴുതയുടെ താടിയെല്ലെടുത്ത് സാംസൺ ചെയ്തതെന്ത്? ഉത്തരം, 1000 പേരെ കൊന്നുകളഞ്ഞു. 9-ാമത്തെ ചോദ്യം, സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം, റാമാത്ത് ലേഹി. 10-ാമത്തെ ചോദ്യം, എത്ര വർഷക്കാലമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായി ജീവിച്ചത്? ഉത്തരം, 20 വർഷം.